നമസ്തേ. കശ്മീരികൾക്ക് തോക്ക് കൊടുത്തത് പാകിസ്ഥാൻ സൈന്യം തന്നെ. ഇപ്പോൾ അതേ ജനങ്ങളെ ഭീകരരെന്ന് വിളിക്കുന്നു. പാക് അധീന കശ്മീരിൽ ആയിരങ്ങൾ തെരുവിലിറങ്ങിയപ്പോൾ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ ഉയർന്ന ഈ വെളിപ്പെടുത്തൽ ഇസ്ലാമാബാദിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ദിനംപ്രതി കൂടുതൽ ശക്തമാവുകയാണ്. പ്രതിഷേധം 24-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കെ സംയുക്ത അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതാവ് സർദാർ അമൻ ഖാൻ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങൾ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. കശ്മീരികൾക്ക് ആയുധങ്ങൾ നൽകിയതും പാകിസ്ഥാൻ സൈന്യമാണ്. ഇന്ന് അതേ ജനങ്ങളെ ഭീകരരെന്ന് മുദ്രകുത്തുന്നതും അതേ സൈന്യം തന്നെയാണ് എന്ന് അമൻ ഖാന്റെ പ്രസ്താവന പ്രതിഷേധത്തിന് പുതിയ രാഷ്ട്രീയ മാനങ്ങൾ നൽകിയിരിക്കുകയാണ്. ഭക്ഷ്യക്ഷാമം, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ഭരണപരമായ അവഗണന എന്നിവയെ ചൊല്ലി തുടങ്ങിയ ഈ സമരം ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യത്തെയും ഭരണകൂടത്തെയും നേരിട്ട് ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. എന്താണ് പാക് അധീന കശ്മീരിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത്? പ്രതിഷേധക്കാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? സർദാർ അമൻ ഖാന്റെ ആരോപണങ്ങൾ ഇസ്ലാമാബാദിനെ എത്രത്തോളം പ്രതിസന്ധിയിലാക്കും? ഈ വീഡിയോയിൽ എല്ലാ വിവരങ്ങളും നമുക്ക് പരിശോധിക്കാം. പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം കൂടുതൽ ശക്തമാകുകയാണ്. പ്രതിഷേധം 24-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കെ സംയുക്ത അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതാവ് സർദാർ അമൻ ഖാൻ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. കശ്മീരികൾക്ക് ആയുധങ്ങൾ നൽകിയതും ഇപ്പോൾ അവരെ ഭീകരരെന്ന് മുദ്രകുത്തുന്നതും പാകിസ്ഥാൻ സൈന്യമാണെന്നാണ് അമൻ ഖാന്റെ ആരോപണം. പാകിസ്ഥാൻ അധീന കശ്മീരിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം പുതിയ വഴിത്തിരിവിലേക്ക് മാറി. പ്രക്ഷോഭം 24-ാം ദിവസത്തിലേക്ക് കടന്ന വ്യാഴാഴ്ച റാവൽകോട്ടിലെ ഈദ്ഗാഹ് മൈതാനത്ത് നടന്ന വൻ റാലിയിൽ ആയിരക്കണക്കിന് പ്രതിഷേധക്കാരെ അഭിസംബോധന ചെയ്താണ് സംയുക്ത അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതാവായ സർദാർ അമൻ ഖാൻ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചത്. ഏകദേശം 30,000-ത്തോളം ആളുകൾ പങ്കെടുത്ത റാലിയിൽ സംസാരിച്ച അമൻ ഖാൻ കശ്മീരിലെ ജനങ്ങൾക്ക് ആയുധങ്ങൾ കൈമാറിയത് പാകിസ്ഥാൻ സൈന്യമാണെന്ന് ആരോപിച്ചു. നമുക്കൊരു വീഡിയോ കണ്ടിട്ട് വരാം. ഇതുമായി ബന്ധപ്പെട്ടൊരു ദൃശ്യങ്ങളാണ്. देखिए क्या कहते हैं, दहशतगर्द है। मैं इनसे कहता हूँ, आलमी मीडिया की मौजूदगी में कहता हूँ, मैं तमाम इंसानी हकूक की तंजीमों को गवाह बना के कहता हूँ, आप सबकी मौजूदगी में कहता हूँ, कश्मीरियों के हाथ में बंदूक पाकिस्तान की फौज ने दी थी। कश्मीरियों के हाथ में बंदूक भी पाकिस्तान की फौज ने दी और पूरी पाकिस्तान की फौज ने। और तुम हमें बताते हो हम दहशतगर्द। डिप्टी कमिश्नर रावलकोट, तुम यहाँ पर रैलियां निकलवाते थे बंदूकों वाली, तलवारों वाली। याद है आप सबको? याद है कि नहीं है? सबको याद है? तुम रैलियां निकलवाते थे दहशतगर्दों के खिलाफ, तो हमारे खिलाफ फतवे जारी करवाते थे। तुम हमें बताओगे कि दहशतगर्द एक्शन कमेटी और के सारे लोग दहशतगर्द हैं? ये सारे लोग दहशतगर्द नहीं है, ये इस धरती के वारिस हैं और तुम्हें अपनी यहाँ से छुपी नजर आ रही है। इस धरती से तुम्हें तुम्हारा बिल्कुल आखिरी सांसें नजर आ रही है। और हम इनसे कहना चाहते हैं कि कोई भी जंग हो, उस जंग का आखिरी हाल क्या है? टेबल है। उस हाल का हाल क्या है? मुज़ाकरात है। बैठ के उसूलों की बुनियाद पे, बामी उसूलों की बुनियाद पे, इज्जत की बुनियाद पर, जो जिसका हक है उसकी बुनियाद पर कश्मीरियों से मुज़ाकरात के दरवाजों के साथ खोल के बैठो और बैठ के बात करो। अगर नहीं तो फिर हम इंशाअल्लाह ताला रावलकोट के ईदगाह ग्राउंड में हम जम गए हैं। अल्हम्दुलिल्लाह जम गए हैं और मजीद इंशाअल्लाह ताला जमेंगे। और जहां तक रही बात आगे बढ़ने की, जहां तक रही बात आगे जाने की, कोई नहीं रोक सकता, कोई नहीं रोक सकता हमें इंशाअल्लाह ताला, कोई नहीं रोक सकता। लेकिन आगे बढ़ेंगे। अगर आगे बढ़ना पड़ा आगे बढ़ेंगे। 38 मुतालबात पे नहीं बढ़ेंगे, एक मुतालबे पे बढ़ेंगे, एक मुतालबे पे बढ़ेंगे। और मुतालबा क्या है? रियासत खाली करो, रियासत खाली करो, रियासत खाली करो। സർദാർ അമൻ ഖാൻ പറയുന്നത് കശ്മീരികൾക്ക് തോക്കുകൾ കൈമാറിയത് പാകിസ്ഥാൻ സൈന്യമാണ് എന്നാണ്. ഇന്ന് അതേ സൈന്യം ഞങ്ങളെ ഭീകരരെന്ന് വിളിക്കുകയാണ് എന്നാണ്. അമൻ ഖാന്റെ പ്രസംഗം മുഴുവൻ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ കടുത്ത വിമർശനങ്ങളായിരുന്നു. ലൈൻ ഓഫ് കൺട്രോളിന് അപ്പുറമുള്ള കശ്മീരികൾക്ക് ആയുധങ്ങളും വെടിക്കോപ്പുകളും എത്തിച്ചു നൽകിയത് സൈന്യമാണെന്നും ഇപ്പോൾ അവരെ തന്നെ തീവ്രവാദികളെ ചിത്രീകരിക്കുകയാണെന്നും അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ ആരോപിച്ചു. ഈ പരാമർശത്തിന് പിന്നാലെ പ്രതിഷേധക്കാരിൽ നിന്ന് ശക്തമായ കയ്യടി ഉയർന്നു. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ റാവലക്കോട്ടിൽ നടന്ന ജെയ്ഷെ മുഹമ്മദ് റാലിയും അമൻ ഖാൻ പ്രസംഗത്തിൽ പരാമർശിച്ചു. AK-47 തോക്കുകളും വാളുകളും കൈവശം വെച്ച അനുയായികൾ നഗരത്തിൽ പ്രകടനം നടത്തിയിരുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആ റാലിക്ക് ജില്ലാ ഭരണകൂടം ഔദ്യോഗിക അനുമതി നൽകിയിരുന്നുവെന്നും സുരക്ഷാ സംവിധാനം ഒരുക്കിയിരുന്നുവെന്നും
അദ്ദേഹം ആരോപിച്ചു. ഇത് ആദ്യമായല്ല അമൻ ഖാൻ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത്. ഈ ആഴ്ച ആദ്യം നടന്ന മറ്റൊരു വൻ റാലിയിലും അദ്ദേഹം പാകിസ്ഥാനെതിരെ തുറന്ന വിമർശനം ഉന്നയിച്ചിരുന്നു. പാകിസ്ഥാൻ അധീന ജമ്മു കാശ്മീർ പാകിസ്ഥാന്റെ ഭാഗമല്ലെന്നും പാകിസ്ഥാനേക്കാൾ കൂടുതൽ പാകിസ്ഥാനാണ് ഈ പ്രദേശത്തെ ആശ്രയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഈ പ്രസ്താവനകളും പ്രതിഷേധങ്ങൾക്ക് കൂടുതൽ രാഷ്ട്രീയ മാനങ്ങൾ നൽകി. കഴിഞ്ഞ 2 ആഴ്ചയായി ഭക്ഷ്യധാന്യങ്ങളും അവശ്യ വസ്തുക്കളും പ്രദേശത്തേക്ക് എത്തിക്കുന്നത് പാകിസ്ഥാൻ അധികൃതർ തടഞ്ഞുവെന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം. ഇതോടെ കടുത്ത ക്ഷാമമാണ് രൂപപ്പെട്ടതെന്ന് അവർ പറയുന്നു. അവശ്യ സാധനങ്ങളുടെ ലഭ്യത കുറഞ്ഞതും വിലക്കയറ്റവും ജനങ്ങളുടെ പ്രതിഷേധം ശക്തമാക്കുകയാണെന്ന് സംഘാടകർ ആരോപിക്കുന്നുണ്ട്. പ്രതിഷേധം പുറംലോകം അറിയാതിരിക്കാൻ ജൂൺ 5 മുതൽ മേഖലയിൽ പാകിസ്ഥാൻ ഭരണകൂടം ഇന്റർനെറ്റ് പൂർണ്ണമായി വിച്ഛേദിച്ചിരിക്കുകയാണ്. പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകൻ സർദാർ അമൻ ഖാന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധങ്ങൾ നടക്കുന്നത്. സമരത്തെ അടിച്ചമർത്താൻ മേഖലയിലേക്കുള്ള ഭക്ഷണവും മറ്റ് അവശ്യ സാധനങ്ങളും 2 ആഴ്ചത്തേക്ക് തടഞ്ഞുവെച്ചതോടെ പ്രതിഷേധം കൂടുതൽ ശക്തമായി. 38 ആവശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ചാർട്ടറാണ് പ്രക്ഷോഭത്തിന്റെ അടിസ്ഥാനമെന്ന് സംയുക്ത അവാമി ആക്ഷൻ കമ്മിറ്റി വ്യക്തമാക്കുന്നു. വർഷങ്ങളായി തുടരുന്ന ഭരണപരമായ അവഗണന, സംസ്ഥാന അടിച്ചമർത്തൽ, ജീവിത ചെലവിലെ കുത്തന വർധനവ്, തൊഴിൽ പ്രതിസന്ധി, അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം ഇവയ്ക്കെല്ലാം പരിഹാരം ആവശ്യപ്പെട്ടാണ് സമരം തുടരുന്നതെന്നാണ് പ്രതിഷേധക്കാരുടെ നിലപാട്. പാക് അധീന കശ്മീരിൽ കലാപം അതിന്റെ ഉച്ചസ്ഥായിലെത്തിയിരിക്കുകയാണ്. പാകിസ്ഥാന്റെ ഭാഗമായി തങ്ങളെ കണക്കാക്കുന്നില്ലെന്നും അതിന്റെ നിയമവിരുദ്ധ അധിനിവേശത്തിൽ നിന്ന് മോചനം വേണമെന്നും പ്രതിഷേധക്കാർ പറയുന്നു. അതേസമയം പാക് അധീന കശ്മീരിലെ ഈ പ്രതിഷേധം പാകിസ്ഥാൻ ഭരണാധികാരികൾക്കും സൈനിക മേധാവി അസിം മുനീറിനും വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. റാവലക്കോട്ടിലും പരിസര പ്രദേശങ്ങളിലുമുണ്ടായ ഈ പ്രതിഷേധം ഒറ്റ രാത്രി കൊണ്ട് പൊട്ടിപ്പുറപ്പെട്ടതല്ല, മറിച്ച് പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഭരണപരമായ അവഗണന, മോശം ഭരണം, നട്ടല്ലൊടിക്കുന്ന പണപ്പെരുപ്പം, സാമ്പത്തിക ബുദ്ധിമുട്ട്, പാകിസ്ഥാൻ സർക്കാരിന്റെ അടിച്ചമർത്തൽ എന്നിവയുടെ ഫലമാണ്. റേഷൻ വിതരണത്തിലുള്ള നിരോധനം രോക്ഷം വർദ്ധിപ്പിച്ചു. ഈ ബഹുജന പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ പാകിസ്ഥാൻ ഭരണകൂടം വളരെ മനുഷ്യത്വരഹിതമായ സമീപനമാണ് സ്വീകരിച്ചത്. റാവൽകോട്ടിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കും ഭക്ഷണവും മറ്റ് അവശ്യ വസ്തുക്കളും വിതരണം ചെയ്യുന്നതിന് 2 ആഴ്ചത്തേക്ക് കർശന വിലക്ക് ഏർപ്പെടുത്തിയതിൽ വലിയ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. റേഷൻ വിതരണം നിർത്തലാക്കുന്നത് ആളുകൾ വീടുകളിൽ ഒളിച്ചിരിക്കാൻ ഇടയാക്കുമെന്നും ഭരണകൂടം പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഈ ഉപരോധം എരുതിയിൽ എണ്ണ ഒഴിച്ചു കൂടാതെ പ്രതിഷേധങ്ങൾ ശക്തമാക്കി. റാവൽകോട്ടിലെ ഈദ്ഗാഹ് മൈതാനത്ത് പ്രാദേശിക നേതാവ് സർദാർ അമൻ ഖാന്റെ നേതൃത്വത്തിൽ ഉയർന്ന വലിയൊരു ജനക്കൂട്ടം പ്രതിഷേധങ്ങൾ ശക്തമാക്കി. ഈ പ്രദേശം ഒരിക്കലും പാകിസ്ഥാന്റെ ഭാഗമായിരുന്നില്ല. പാകിസ്ഥാനെ ആശ്രയിക്കേണ്ടതിനേക്കാൾ കൂടുതൽ പാകിസ്ഥാന് നമ്മളെ ആവശ്യമുണ്ട് എന്നതാണ് സത്യം. ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അമൻ ഖാൻ പറഞ്ഞത്. ഇന്ത്യയിൽ നിന്ന് സഹായം ചോദിക്കും. സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഒരു വീഡിയോയിൽ അസിം മുനീറിനെ സൈനിക മേധാവിയായി അംഗീകരിക്കാൻ നിവാസികൾ വിസമ്മതിക്കുന്നത് നമുക്ക് കാണാം. ഇനി ഒരു സ്വേച്ഛാധിപതിയെയും തങ്ങൾ സഹിക്കില്ലെന്ന് പാക് അധീന കശ്മീരിലെ നിവാസികൾ പ്രഖ്യാപിക്കുന്നത് ആ വീഡിയോയിലുണ്ട്. ഈ പ്രസ്ഥാനത്തിന്റെ വ്യാപ്തി റാലികളിൽ മാത്രമായി ഒതുങ്ങുന്നില്ല. ജൂൺ 9 മുതൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം വേറിട്ടതും വമ്പിച്ചതുമായ കുത്തിയിരിപ്പ് സമരം നടക്കുന്നുണ്ട്. പാകിസ്ഥാൻ സർക്കാർ ഭക്ഷണത്തിനും മറ്റ് അവശ്യ സാധനങ്ങൾക്കുമുള്ള നിയന്ത്രണങ്ങൾ ഉടൻ നീക്കിയില്ലെങ്കിൽ മേഖലയിലെ ജനങ്ങൾ സഹായത്തിനായി ഇന്ത്യയെ ആശ്രയിക്കാൻ നിർബന്ധിതരാകുമെന്ന് നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള പ്രതിഷേധക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സർദാർ അമൻ ഖാൻ വ്യക്തമാക്കി. ഇത് ഇസ്ലാമാബാദിന് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത സമ്മർദ്ദം ചെലുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പാക് അധീന ജമ്മു കാശ്മീരിൽ പാകിസ്ഥാൻ സർക്കാരിനും സൈന്യത്തിനുമെതിരായ പൊതുജന രോഷം അതിവേഗം വളർന്നു വരികയാണ്. റാവലക്കോട്ടിൽ ആയിരക്കണക്കിന് ആളുകൾ പ്രതിഷേധിക്കുന്നുണ്ട്. ഈ വമ്പിച്ച പൊതുപ്രക്ഷോഭത്തിന്റെ 22ാം ദിവസമായിരുന്ന ഇന്നലെ ഈദ്ഗാഹ് മൈതാനത്ത് ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ ഇസ്ലാമാബാദിന്റെ നിയന്ത്രണം പൂർണ്ണമായും നിരസിച്ചു. കശ്മീർ പാകിസ്ഥാന്റെ ഭാഗമല്ലെന്ന് പ്രസ്താവിച്ചു. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സഹായത്തിനായി ഇന്ത്യയിലേക്ക് തിരിയുമെന്ന് അവർ പാകിസ്ഥാൻ സർക്കാരിനോട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പാക് അധീന കശ്മീർ മുഴുവൻ കത്തുന്നത്? പാക് അധീന കശ്മീരിലെ ഈ ചരിത്ര പ്രസിദ്ധമായ പ്രതിഷേധം പാകിസ്ഥാൻ ഭരണാധികാരികൾക്കും സൈനിക മേധാവി അസിം മുനീറിനും ഉറക്കമില്ലാത്ത രാത്രികളാണ് സമ്മാനിച്ചത്. റാവലക്കോട്ടിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായ ഈ പ്രതിഷേധം ഒറ്റ രാത്രി കൊണ്ട് പൊട്ടിപ്പുറപ്പെട്ടതല്ല, മറിച്ച് പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഭരണപരമായ അവഗണന, മോശം ഭരണം, നട്ടലൊടിക്കുന്ന പണപ്പെരുപ്പം, സാമ്പത്തിക ബുദ്ധിമുട്ട്, പാകിസ്ഥാൻ സർക്കാരിന്റെ അടിച്ചമർത്തൽ എന്നിവയുടെ ഫലമാണ്. പാകിസ്ഥാൻ തങ്ങളുടെ വിഭവങ്ങൾ ചൂഷണം ചെയ്യുകയാണെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും അവർക്ക് ലഭിക്കുന്നില്ലെന്ന് ജനങ്ങൾ ആരോപിക്കുന്നു. ഈ പ്രസ്ഥാനത്തിന്റെ ശബ്ദം ലോകമെമ്പാടും എത്തുന്നത് തടയാൻ ജൂൺ 5 മുതൽ പാകിസ്ഥാൻ അധികാരികൾ മുഴുവൻ മേഖലയിലും ഇന്റർനെറ്റ് വിച്ഛേദിച്ചു. അവർ മാധ്യമങ്ങൾ
മാധ്യമങ്ങളെ പൂർണ്ണമായും നിരോധിച്ചു. വിദേശത്തും പാകിസ്ഥാനെതിരെ പ്രതിഷേധങ്ങൾ പാക് അധീന കശ്മീരിലെ ഈ ചരിത്ര പ്രസ്ഥാനം ഇപ്പോൾ വിദേശങ്ങളിൽ പ്രതിധ്വനിക്കുന്നുണ്ട്. യൂറോപ്പ്, UK, മറ്റ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്ന കശ്മീരി പ്രവാസികൾ പാകിസ്ഥാൻ എംബസികൾക്ക് പുറത്ത് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിൽ പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തമാകുന്നതിനിടയിൽ പാകിസ്ഥാൻ സൈന്യത്തിനെതിരായ ഈ ഗുരുതര ആരോപണങ്ങൾ മേഖലയിൽ പുതിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. പ്രക്ഷോഭം എങ്ങനെ മുന്നോട്ട് പോകുമെന്നതും ഇസ്ലാമാബാദ് ഭരണകൂടം ഇതിന് എന്ത് മറുപടി നൽകുമെന്നതുമാണ് ഇനി ശ്രദ്ധേയമാകുന്നത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.